السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا മുഹമ്മദ്. വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോട് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കുന്ന മാസമെന്നാണ്. അല്ലാഹുവിൻ്റെ ബറക്കത്തുകൾ ധാരാളമായി ഭൂമി ലോകത്തേക്ക് അവൻ്റെ അടിമകൾക്ക് യഥേഷ്ടം നൽകുന്ന പവിത്രമായ മാസമായിട്ടാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫിനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞതായി ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അതാക്കും ഷഹ്റു റമളാൻ, ഇതാ മഹത്തായ റമളാൻ ഷരീഫ് നിങ്ങളിലേക്ക് സമാഗതമായിരിക്കുന്നു. ഷഹ്റു ബറക്കത്തിൻ യഗ്ശാകുമുല്ലാഹു ഫീഹ്, മഹത്തായ റമളാൻ ഷരീഫ് ബറക്കത്തിൻ്റെ മാസമാണ്. യഗ്ശാകുമുല്ലാഹു ഫീഹ്, ആ ബറക്കത്തുല്ലാഹു തആല മഹത്തായ മാസത്തിൽ നിങ്ങൾക്ക് യഥേഷ്ടം അവൻ നൽകും. ആ റഹ്മത്ത് ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നിങ്ങളെ വലയും ചെയ്യും. അഥവാ മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ സമ്പത്തിൽ, അവൻ്റെ ഭക്ഷണത്തിൽ, അവൻ്റെ ആയുസ്സിൽ, അവൻ്റെ സമയങ്ങളിൽ, അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു തആല ധാരാളം വിശാലത ചെയ്തു കൊടുക്കുന്ന ഒരു പുണ്യമാക്കപ്പെട്ട മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫ്. ഫയനസുലുർ റഹ്മ, അല്ലാഹു അവൻ്റെ കാരുണ്യം, അവൻ്റെ ഔദാര്യം ധാരാളമായി അവൻ്റെ അടിമകൾക്ക് ഓശാരമായി നൽകുന്ന പവിത്രമാക്കപ്പെട്ട മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫ്. വയഹുത്തുൽ ഖത്തായ, അല്ലാഹു തആല അവൻ്റെ റഹ്മത്ത് കാരുണ്യം ധാരാളം വർഷിപ്പിക്കുന്നത് കൊണ്ട് തന്നെ മുഅ്മിനായ മനുഷ്യൻ്റെ ഭാഗത്ത് സംഭവിച്ചുപോയ പാപങ്ങൾ, അവൻ ചെയ്യുന്ന നന്മകൾ കാരണം അല്ലാഹു തആല അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും, മായ്ച്ചു കൊടുക്കും. വയസ്തുജിബ് ഫീഹി ദുആ, കണ്ടില്ലേ അവൻ്റെ പ്രാർത്ഥനകൾ, അല്ലാഹു എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ, എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ, ബറക്കത്ത് ചെയ്യണേ തുടങ്ങിയിട്ടുള്ള അവൻ്റെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു തആല ഉത്തരം നൽകുകയാണ്. എന്നിട്ടോ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനായ സത്യവിശ്വാസികളാകുന്ന ആളുകൾ ശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൽ നന്മകൾ ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്നത് കാണുമ്പോൾ യൻളുറുല്ലാഹു ഇലാ തനാഫുസുക്കും ഫീഹി, വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൽ നിങ്ങൾ മത്സരത്തോടുകൂടെ ചെയ്യുന്ന നന്മകൾ അല്ലാഹു തആല നിങ്ങൾ നോക്കിക്കാണും. നിങ്ങൾ ജമാഅത്തിന് വേണ്ടി പെട്ടെന്ന് പള്ളിയിലേക്ക് പോകണമെന്ന ആഗ്രഹത്തോടുകൂടെ അതാ പെട്ടെന്ന് പള്ളിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ മുൻ സൊഫിൽ തന്നെ നിൽക്കണം, ധാരാളം എനിക്ക് ഖുർആൻ ഓതണം, ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടാൻ പാടില്ല, എല്ലാ തറാവീഹിലും ഞാൻ കൃത്യമായി പങ്കെടുക്കും, ഒറ്റ റവാത്തിബ് സുന്നത്ത് ഞാൻ നഷ്ടപ്പെടുത്തൂല, ഇങ്ങനെ മറ്റുള്ളവനേക്കാൾ കൂടുതൽ ഖുർആൻ ഓതാൻ എന്നെക്കൊണ്ട് കഴിയണം, അള്ളാഹുവിൻ്റെ ധാരാളമായി റഹ്മത്ത് ചോദിക്കുന്നവൻ ഞാനാവണം തുടങ്ങി ഇങ്ങനെ നല്ല കാര്യങ്ങളിൽ മത്സരിക്കുന്നത് കാണുമ്പോൾ അള്ളാഹു ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് വയുബാഹി ബിക്കും മലായിക്കത്തുഹു, നിങ്ങളെ കൊണ്ട് അവൻ്റെ മലക്കുകളോട് അള്ളാഹു തആല അഭിമാനം പറയും. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുന്നു, ഫഅറുല്ലാഹ മിൻ അൻഫുസിക്കും ഖൈറാ, അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം, നിങ്ങൾ അള്ളാഹുവിന് ധാരാളം നന്മകൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം, ധാരാളം ഖൈറാത്തുകൾ ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരണം. ഇതിങ്ങനെ അള്ളാഹു തആല കാണുകയാണ്. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഫഇന്ന ശഖിയ മൻ ഹുരിമ ഫീഹി റഹ്മത്തുല്ലാഹ്, ഭാഗ്യം കെട്ടവൻ, വിശുദ്ധ റമളാൻ ഷരീഫിലും ഭാഗ്യം കെട്ടവൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യം അതനുഭവിക്കാൻ കഴിയാത്തവനാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഇത്രയൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തും അവൻ്റെ ബറക്കത്തുകളും ആ മഹത്തായ മാസത്തിൽ നൽകപ്പെട്ടിട്ടും അതനുഭവിക്കാനും അതുകൊണ്ട് നന്മകൾ ചെയ്യാനും കഴിയാതെ തെറ്റുകളിലുമായി, മോശപ്പെട്ട പ്രവർത്തനങ്ങളുമായി, ചിന്തകളിലുമായി, സംസാരങ്ങളിലായി അങ്ങനെ കഴിഞ്ഞുകൂടുന്നവൻ അവനാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം കെട്ടവൻ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവൻ. അക്കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, അവൻ്റെ കാരുണ്യം കൊണ്ട് നന്മകൾ ധാരാളം ചെയ്ത് റബ്ബിലേക്ക് എടുക്കാൻ, പാപങ്ങളൊക്കെ പൊറുപ്പിക്കാനുള്ള വലിയ തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.